എക്സാമിന് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജിക് മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോണത്. ആൻഡ് ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. എക്സാം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ അതിനകത്ത് ഉണ്ടാവും. ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ ആണോ? മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അതായത് ഞാൻ വെറുതെ ഇന്ന ടോപ്പിക് എന്നല്ല പറഞ്ഞത്, ഒരു ടോപ്പിക്കിന്റെ പേജ് നമ്പർ സഹിതമാണ് ഞാൻ കാണിച്ചു തരുന്നത്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഞാൻ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോണത് ചാപ്റ്റർ നമ്പർ 2 സ്ട്രാറ്റജിക് മാനേജ്മെന്റിന്റെ ചാപ്റ്റർ നമ്പർ 2 ഏറ്റവും ഇമ്പോർട്ടൻസ് ഈ അറ്റംപ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചോദിക്കാനുള്ള ഏറ്റവും ചാൻസ് ഉള്ളത്, ഒരു സംശയമില്ല, 100% ഗ്യാരണ്ടി, കസ്റ്റമർ ബിഹേവിയർ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കസ്റ്റമർ ബിഹേവിയർ. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് ടോപ്പിക്, കസ്റ്റമർ ബിഹേവിയർ. ഈ കസ്റ്റമർ ബിഹേവിയർ, ഒരു കസ്റ്റമേഴ്സിന്റെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാ? എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് ഉണ്ട്, ഇന്റേണൽ ഇൻഫ്ലുവൻസ് ഉണ്ട്, അതേപോലെ ഡിസിഷൻ മേക്കിംഗ് ഉണ്ട്. വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇൻസ്റ്റിറ്റ്യൂട്ട് ഡിസിഷൻ മേക്കിംഗ് മാത്രം എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ആക്കി ഇൻസ്റ്റിറ്റ്യൂട്ടിന് ചോദിക്കാം. ഓക്കെ ആണോ? അതേപോലെ പോസ്റ്റ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് ഉണ്ട്. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ പഠിക്കേണ്ട എന്താണ്, ഈ പറയപ്പെടുന്ന കസ്റ്റമർ ബിഹേവിയർ ആണ്. ഓക്കെ, നെക്സ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക് ആണ് പെസ്റ്റൽ. ഞാൻ പറയും പെസ്റ്റൽ. പെസ്റ്റൽ മീൻസ് വാട്ട്? പൊളിറ്റിക്കൽ, എക്കണോമിക്, സോഷ്യൽ, ടെക്നോളജി, എൻവയോൺമെന്റൽ, ലീഗൽ. നമുക്ക് ഈ സെക്കൻഡ് ചാപ്റ്ററിന്റെ തുടക്കത്തെ ഏരിയ ആണ് എന്ത് പെസ്റ്റൽ എന്ന് പറയുന്നത്. ഇതിന്റെ സ്റ്റാർട്ടിംഗ് ഏരിയ ആണ് എന്ത് പെസ്റ്റൽ. ദിസ് പെസ്റ്റൽ ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഒരിക്കലും എന്ത് ചെയ്യരുത്, സ്കിപ്പ് ചെയ്യരുത് ഈ ചാപ്റ്ററിന്റെ സ്റ്റാർട്ടിംഗ് ഏരിയ. കാരണം കഴിഞ്ഞ അറ്റംപ്റ്റിൽ അതിന്റെ ആ മറ്റു സൈഡ് തന്നെ എക്സാം ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇപ്രാവശ്യം എന്തായാലും അതിന്റെ സ്റ്റാർട്ടിംഗ് ഏരിയ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് അല്ലെ. പെസ്റ്റൽ എന്ന് പറഞ്ഞ ഏരിയ ഉണ്ട്. എന്താ പെസ്റ്റൽ മീൻസ് വാട്ട്? കാരണം ഡെമോഗ്രാഫിക് എൻവയോൺമെന്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം മാക്രോ എൻവയോൺമെന്റ് എലമെന്റ്. ഡെമോഗ്രാഫിക് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, സോഷ്യൽ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, അതേപോലെ എക്കണോമിക്, അതേപോലെ പൊളിറ്റിക്കൽ, അതേപോലെ ടെക്നോളജിക്കൽ. ഇവിടുന്നായിരിക്കും എക്സാമിന് ഇപ്രാവശ്യം നിങ്ങൾക്ക് ചോദിക്കാം. 99% പ്രോബബിലിറ്റി അതാണ്. ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഒരിക്കലും എന്ത് ചെയ്യരുത്, ഈ പെസ്റ്റൽ ഉണ്ട്. പെസ്റ്റൽ ഇസ് എ ടൂൾ ദാറ്റ് ഈസ് യൂസ്ഡ് ടു അനലൈസ് മാക്രോ എൻവയോൺമെന്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ ആണോ? അപ്പം നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് വരുന്നത് പെസ്റ്റലാണ്. അതിനുശേഷം നിങ്ങൾ നോക്കേണ്ടത് ഇന്റർനാഷണലൈസേഷൻ ഓഫ് ബിസിനസ് എന്ന് പറയുന്ന ടോപ്പിക് ഉണ്ട്. ഇന്റർനാഷണൽ എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്പിംഗ് ഇന്റർനാഷണലി. അതായത് മൾട്ടിനാഷണൽ എൻവയോൺമെന്റ്. ആ ടോപ്പിക് മൾട്ടിനാഷണൽ എൻവയോൺമെന്റ് അല്ലെ, ആ ഒരു ടോപ്പിക് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ കാണിച്ചു തരാം. ടെക്സ്റ്റിനകത്ത് ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എടുത്തിട്ട് കാണിച്ചു തരാം. ദിസ് ടോപ്പിക് ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഇന്റർനാഷണലൈസേഷൻ ഓഫ് ബിസിനസ് അവിടെ കണ്ടോ, ഈ ടോപ്പിക് ഡെവലപ്പിംഗ് ഇന്റർനാഷണൽ, ഈ ടോപ്പിക് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതേപോലെ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് ആണ് ഇന്റർനാഷണൽ എൻവയോൺമെന്റ്. പേജ് നമ്പർ 2.20, പേജ് നമ്പർ 2.20 മൾട്ടിനാഷണൽ എൻവയോൺമെന്റ് അനാലിസിസ്, അതേപോലെ റീജിയണൽ എൻവയോൺമെന്റ് അനാലിസിസ്, അതേപോലെ കൺട്രി എൻവയോൺമെന്റ് അനാലിസിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഒരിക്കലും എന്ത് ചെയ്യരുത്, സ്കിപ്പ് ചെയ്യരുത്. അതേപോലെ നമുക്ക് ഈ അറ്റംപ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണെന്ത് KSF ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. കീ സക്സസ് ഫാക്ടർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതേപോലെ വാല്യൂ ക്രിയേഷനും കീ സക്സസ് ഫാക്ടർ ഒരുപാട് അറ്റംപ്റ്റ് ആ ഇൻസ്റ്റിറ്റ്യൂട്ട് ചോദിച്ചിട്ടില്ല. മേ ബി ഈ അറ്റംപ്റ്റ് അവർ ടെസ്റ്റ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ ആണോ? അതേപോലെ നിങ്ങൾ പഠിക്കണം അട്രാക്റ്റീവ്നെസ് ഓഫ് ഇൻഡസ്ട്രി. അതായത് ഒരു ഇൻഡസ്ട്രി അട്രാക്റ്റീവ് ആണോ അല്ലയോ എന്നതിനെ ബാധിക്കുന്ന കുറച്ച് ഫാക്ടേഴ്സ് അവർ പറയുന്നുണ്ട്. അട്രാക്റ്റീവ് ആണോ അല്ലയോ, ആ ടോപ്പിക് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. വെരി വെരി അട്രാക്റ്റീവ്നെസ് ഓഫ് ഇൻഡസ്ട്രി ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് നിങ്ങൾ പഠിക്കേണ്ടത് വൈ ദ കമ്പനി ഗോ ഫോർ ഗ്ലോബൽ. കമ്പനി എന്തിനാണ് ഗ്ലോബലിലോട്ട് പോണത്? ചാപ്റ്റർ നമ്പർ 2 വൈ ദ കമ്പനി ഗോ ഫോർ ഗ്ലോബൽ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആ ടോപ്പിക്കും ഇൻസ്റ്റിറ്റ്യൂട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അത് ഒരുപാട് ടോപ്പിക് ഉണ്ട് നിങ്ങളുടെ ചാപ്റ്റർ നമ്പർ 2 അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു 7 ടോപ്പിക്കാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോണത്. ഓക്കെ ആണോ? ഇനി പറയാൻ വേണ്ടി പോവാണ്, കഴിഞ്ഞ പ്രാവശ്യം ഇൻസ്റ്റിറ്റ്യൂട്ട് മൈക്കിൾ പോർട്ടേഴ്സിന്റെ 5 Hours മോഡലിനകത്ത് നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി ഇപ്രാവശ്യം ഇനി അവർ ചോദിക്കാനുള്ള പ്രോബിലിറ്റി കുറവാണ്. എങ്കിൽ പോലും നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ബാർഗെയിനിങ് പവർ ഓഫ് ബയേഴ്സ് ആൻഡ് ബാർഗെയിനിങ് പവർ ഓഫ് സപ്ലൈസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് രണ്ടും ശരിക്കും നോക്കണേ. ബാർഗെയിനിങ് പവർ ഓഫ് ബയേഴ്സ് ആൻഡ് ബാർഗെയിനിങ് പവർ ഓഫ് സപ്ലൈസ്. ആൻഡ് ഓൾസോ റൈവൽറി എന്ന് പറഞ്ഞ ടോപ്പിക് ഉണ്ടല്ലോ, അതും ഇൻസ്റ്റിറ്റ്യൂട്ട് എടുക്കാൻ ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. ഓക്കെയാണോ? ബാർഗെയിനിങ് പവർ ഓഫ് ബയേഴ്സ് ആൻഡ് ബാർഗെയിനിങ് പവർ ഓഫ് സപ്ലൈസ് ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ഇത്രയും ടോപ്പിക് നിങ്ങൾ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. കസ്റ്റമർ ബിഹേവിയർ ഫസ്റ്റ്, പെസ്റ്റലെ, ഡെമോഗ്രാഫിക് എൻവയോൺമെന്റ്, എക്കണോമിക് എൻവയോൺമെന്റ്, സോഷ്യോ എൻവയോൺമെന്റ്. എക്സാമിന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞിട്ട് പിന്നെ വാ പൊളിച്ചിട്ട് കാര്യമില്ല. ഓക്കെ ആണോ? നെക്സ്റ്റ് വൈ ഡു ദ കമ്പനി ഗോ ഫോർ ഗ്ലോബൽ, ഇന്റർനാഷണൽ എൻവയോൺമെന്റ് അല്ലെ, ആൻഡ് ഡെവലപ്പിംഗ് ഇന്റർനാഷണലി. അതേപോലെ KSF കീ സക്സസ് ഫാക്ടർ അല്ലെ, അട്രാക്റ്റീവ്നെസ് ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ബാർഗെയിനിങ് പവർ ഓഫ് ബയേഴ്സ് ആൻഡ് സപ്ലൈസ്. ഇനി ഇതിനകത്ത് നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു ടോപ്പിക്കാണ് PLC മേ ബി അവർ ചോദിക്കാം. ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് എന്ത് ചെയ്യാം, PLC ചോദിക്കാം. അതുപോലെ എക്സ്പീരിയൻസ് കർവ് എന്ന ടോപ്പിക് ഉണ്ട്. എക്സ്പീരിയൻസ് കർവ് ഇമ്പോർട്ടൻസ് കുറവാണ്. ബട്ട് നമുക്ക് അങ്ങനെ അങ്ങോട്ട് ചോദിക്കാനുള്ള ചാൻസ് കുറവാണ്.
പക്ഷെ മേ ബി നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് നോക്കി പോവാം. ഓക്കെ, ഞാനത് ബി കാറ്റഗറി ആയിട്ട് പറയാൻ വേണ്ടി പോവാണ്. എക്സ്പീരിയൻസ് കർവ് ഈസ് ആൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. എക്സ്പീരിയൻസ് കർവ് ഈസ് ആൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് PLC ഈസ് ആൾസോ ഇമ്പോർട്ടൻറ്റ്. മേ ബി ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് അവർ ചോദിക്കാം. MC അവർക്ക് എന്ത് ചെയ്യാം, ഡ്രാഫ്റ്റ് ചെയ്യാൻ പറ്റും PLC. ഓക്കെ ആണോ? അതേപോലെ കോമ്പറ്റേറ്റീവ് ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്ന ടോപ്പിക് ഉണ്ട്, ഈസ് ആൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് ഞാൻ പറയാത്ത എന്തുകൊണ്ടാണ് ചോദിച്ചാൽ ഈ 3 ടോപ്പിക് എന്താണ്, സിമ്പിൾ ടോപ്പിക് അല്ലേ, നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മാത്രമേ ഞാൻ ഇത് മെയിനോട്ട് കൊടുക്കാത്തത്. PLC, എക്സ്പീരിയൻസ് കർവ്, കോമ്പറ്റേറ്റീവ് ലാൻഡ്സ്കേപ്പ് ഈസ് ആൾസോ വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ ആണോ? ഇതാണ് നിങ്ങൾക്ക് ചാപ്റ്റർ നമ്പർ 2 നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ആയിട്ട് പഠിക്കേണ്ടത്. ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ചാപ്റ്റർ നമ്പർ 3 ഏറ്റവും ഇമ്പോർട്ടൻസ് എന്താ, സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ചാപ്റ്റർ നമ്പർ 3 ഏറ്റവും ഇമ്പോർട്ടൻസ് എന്താ. ഞാൻ പറയുന്നു ഒരു 90% പ്രോബബിലിറ്റി കഴിഞ്ഞ അറ്റംപ്റ്റുകളിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ചോദിക്കാൻ വേണ്ടി വെച്ച സാധനം ഇന്ന് വരെ ചോദിച്ചിട്ടില്ല. സിലബസ് മാറ്റിയപ്പോൾ പുതിയൊരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ഇന്ന് വരെ ചോദിച്ചിട്ടില്ല. മെൻഡിലോസ് മെട്രിക്സ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. വെരി ഇമ്പോർട്ടൻറ്റ്. ഒരിക്കലും സ്കിപ്പ് ചെയ്യും. ഫസ്റ്റ് നിങ്ങൾ പഠിക്കുക ഏറ്റവും കൂടുതൽ പ്രോബബിലിറ്റി മെൻഡിലോസ് മെട്രിക്സിനാണ്. ഓക്കെ ആണോ? ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഇനി മെൻഡിലോസ് മെട്രിക്സ് കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൽ നിന്നും ഇൻസ്റ്റിറ്റ്യൂട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ഏതൊക്കെയാണ്? ഒന്ന് ഷുവറാ, എന്താ നമുക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന മെൻഡിലോസ് മെട്രിക്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഇനി മെൻഡിലോസ് മെട്രിക്സ് മാത്രമാണോ? ഇവിടുന്ന് ഒരിക്കലും ഇല്ല. കുറച്ച് ഇമ്പോർട്ടൻസ് ആയ ടോപ്പിക്സ് ഇതിനകത്തുണ്ട്. അതും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, ശരിക്കും എന്ത് ചെയ്യണം, പഠിക്കണം. ഇറ്റ്സ് ഓൾസോ വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ജസ്റ്റ് മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യണേ. ഓക്കെ, ഏതൊക്കെയാണ് ആ ഇമ്പോർട്ടൻസ് ആയ മറ്റു ടോപ്പിക്സ്? ഓക്കെ, അപ്പോൾ ഒന്ന് മെൻഡിലോസ്. നെക്സ്റ്റ് നിങ്ങൾ പഠിക്കേണ്ടത് സോട്ട് അനാലിസിസ്. സോട്ട് അനാലിസിസ് അവർ കേസ് സ്റ്റഡി ആക്കി ക്രിയേറ്റ് ചെയ്യും. കേസ് സ്റ്റഡി സോട്ട് ശരിക്കും വായിച്ച് പഠിച്ച് മനസ്സിലാക്കിക്കോ. സോട്ട് അനാലിസിസ് അവർ കേസ് സ്റ്റഡി ആക്കി നീയും ക്രിയേറ്റ് ചെയ്യും. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സോട്ട് അനാലിസിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി നിങ്ങൾ നോക്കേണ്ടത് അവിടെ മാർക്കറ്റിംഗ് ടെക്നിക്സാ. മാർക്കറ്റിംഗ് ടെക്നിക്സ് ഏതൊക്കെയുണ്ട്? ഓഗ്മെന്റഡ് മാർക്കറ്റിംഗ്, എൻലൈറ്റൻഡ് മാർക്കറ്റിംഗ്, ഡിഫറൻഷ്യൽ മാർക്കറ്റിംഗ്, സിങ്ക്രോ മാർക്കറ്റിംഗ്, കോൺസെൻട്രേറ്റഡ് മാർക്കറ്റിംഗ്, ഡി മാർക്കറ്റിംഗ്. 13-14 മാർക്കറ്റിംഗ് ഉണ്ട്. അതിനകത്ത് ഞാൻ നിങ്ങൾക്ക് വെറും 5-6 മാർക്കറ്റിംഗ് മാത്രം ഇമ്പോർട്ടൻസ് ആയിട്ട് ഇമ്പോർട്ടൻസ് ആയിട്ട് ഞാൻ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓഗ്മെന്റഡ്, എൻലൈറ്റൻഡ്, ഡിഫറൻഷ്യൽ, സിങ്ക്രോ, കോൺസെൻട്രേറ്റഡ് ആൻഡ് ഡി മാർക്കറ്റിംഗ്. ദിസ് ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഒരിക്കലും എന്ത് ചെയ്യരുത്, സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് മൈക്കൽ പോർട്ടേഴ്സിന്റെ സ്ട്രാറ്റജിക്കകത്ത് നിന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബെസ്റ്റ് കോസ്റ്റ് ഫോക്കസ്ഡ് ഡിഫറൻസിയേഷൻ ആണ് ചോദിച്ചത്. ഇപ്രാവശ്യം നമുക്ക് ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആണ് ബെസ്റ്റ് കോസ്റ്റ് പ്രൊവൈഡ് സ്ട്രാറ്റജി. കുറേ അറ്റംപ്റ്റ് ആയിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ചോദിച്ചില്ല. ബെസ്റ്റ് കോസ്റ്റ് പ്രൊവൈഡ് സ്ട്രാറ്റജി ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ ആണോ? ഓക്കെ, ഇനി പറയുന്നുണ്ട്, ഇനി ഇൻസ്റ്റിറ്റ്യൂട്ട് ചോദിക്കുകയാണെങ്കിൽ ഡിഫറൻസിയേഷൻ സ്ട്രാറ്റജി ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആ ഡിഫറൻസിയേഷൻ സ്ട്രാറ്റജിന്റെ അച്ചീവിംഗ് ഓഫ് കോസ്റ്റ് ലീഡർഷിപ്പ് സ്ട്രാറ്റജി ആണ് ഡിഫറൻസിയേഷൻ. ഞാൻ പറയുന്നു അച്ചീവിംഗ് അവർ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. അച്ചീവിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അച്ചീവിംഗ് ഓഫ് കോസ്റ്റ് ആൻഡ് ഡിഫറൻസിയേഷൻ സ്ട്രാറ്റജി. അതേപോലെ തന്നെ ബേസിസ് ഉണ്ട് അല്ലേ, ഡിഫറൻസിയേഷൻ സ്ട്രാറ്റജിന്റെ ബേസ്, അതും കൂടി ശരിക്കും നോക്കണേ. ബേസിസ് ഓഫ് ഡിഫറൻസിയേഷൻ സ്ട്രാറ്റജി. ഓക്കെ ആണോ? ഓക്കെ, ഇതാണ് നിങ്ങൾ ചാപ്റ്റർ നമ്പർ 3 ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ആയിട്ട് നോക്കേണ്ടത്. ഇനി ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ചാപ്റ്റർ നമ്പർ 3 എന്ത് ചെയ്യാം, ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ചാപ്റ്റർ നമ്പർ 3 എന്ത് ചെയ്യാം, ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഇതാണ് ചാപ്റ്റർ നമ്പർ 3. ഓക്കെ, ഞാൻ ഫസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു മെൻഡിലോസ് മെട്രിക്സ് മക്കളെ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. പിന്നെ അത് വന്നു കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. ഓക്കെ ആണോ? മെൻഡിലോസ് മെട്രിക്സ് ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഞാൻ പറഞ്ഞു മാർക്കറ്റിംഗ് ടെക്നിക്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു, ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. പിന്നെ അതിനകത്ത് ഇമ്പോർട്ടൻസ് ടോപ്പിക്സ് ഉണ്ട്. കോർ കോമ്പറ്റൻസി കഴിഞ്ഞ പ്രാവശ്യം ഇൻസ്റ്റിറ്റ്യൂട്ട് ടെസ്റ്റ് ചെയ്തു. അപ്പോൾ ഇപ്രാവശ്യം കോർ കോമ്പറ്റൻസി ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. ഇനി എങ്ങാനും ഇൻസ്റ്റിറ്റ്യൂട്ട് കോർ കോമ്പറ്റൻസി ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, ഈ ഏരിയ നിങ്ങൾ ശരിക്കും പഠിച്ചാൽ മതി. ആപ്ലിക്കേഷൻ ഓഫ് കോർ കോമ്പറ്റൻസി ഇതാണ് കണ്ടോ. മേജർ കോർ കോമ്പറ്റൻസി ഏരിയാസ് ആർ ഐഡന്റിഫൈഡ്. ആപ്ലിക്കേഷൻ ഏരിയാസ് ഓഫ് കോർ കോമ്പറ്റൻസി ഏതൊക്കെയാണ്? കോമ്പറ്റീവ് ഡിഫറൻസിയേഷൻ, കസ്റ്റമർ വാല്യൂ ആൻഡ് ആപ്ലിക്കേഷൻ ടു അതർ മാർക്കറ്റ്. ദിസ് ടോപ്പിക് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി ഇൻ കേസ് എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ അവർ ഇവിടുന്ന് ചോദിക്കുള്ളൂ. ഓക്കെ ആണോ? ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ ക്രൈറ്റീരിയ ഫോർ ബിൽഡിംഗ് കോർ കോമ്പറ്റൻസി ചോദിക്കാനുള്ള ചാൻസ് കുറവാണ്. ബട്ട് എങ്കിൽ കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് വായിച്ച് വെച്ചേക്ക്. ഏതൊക്കെ? വാല്യബിൾ, റയർ, കോസ്റ്റ്ലി ടു ഇമിറ്റേറ്റ്, നോൺ സബ്സ്റ്റിറ്റ്യൂട്ട്. ഓക്കെ ആണോ? ദ ക്രൈറ്റീരിയ ഫോർ ബിൽഡിംഗ് കോർ കോമ്പറ്റൻസി ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. മേ ബി എക്സാമിന് എന്ത് ചെയ്യാം, ചോദിക്കാം. സോട്ട് ഞാൻ പറഞ്ഞു, സോട്ട് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, മൈക്കൽ പോർട്ടേഴ്സിൻ്റെ എക്സാമിന് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചു. ബട്ട് ഞാൻ പറഞ്ഞില്ലേ, ഡിഫറൻസിയേഷൻ സ്ട്രാറ്റജിയുടെ അച്ചീവിങ്ങും അതുപോലെ തന്നെ ബേസിസും അതുപോലെ തന്നെ ബെസ്റ്റ് കോസ്റ്റ് പ്രൊവൈഡ് സ്ട്രാറ്റജിയും ഇത് എക്സാം ചോദിക്കും. സോ ഈ പറഞ്ഞെന്ന് നിങ്ങൾ എന്ത് ചെയ്യാൻ കറക്റ്റായിട്ട് പഠിച്ചാൽ മതി. ഞാൻ ഈ പറഞ്ഞെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് പഠിച്ചാൽ മതി. ഇതാണ് 3rd ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ളത്. ഓക്കെ ആണോ? ഓക്കെ,
നെക്സ്റ്റ് വരാൻ വേണ്ടി പോകുന്നത് ചാപ്റ്റർ നമ്പർ 4 നിന്നും ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്രാവശ്യം ചോദിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് ഏറ്റവും ഇമ്പോർട്ടൻസ് ആയ ടോപ്പിക്കാണ് സ്ട്രാറ്റജിക് അലയൻസ്. ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. സ്ട്രാറ്റജിക് അലയൻസ് അവർ കേസ് സ്റ്റഡി ഡ്രാഫ്റ്റ് ചെയ്യും, കേസ് സ്റ്റഡി ക്രിയേറ്റ് ചെയ്യും, ഒരു കഥ അവർ ക്രിയേറ്റ് ചെയ്യും, കോൺസെപ്റ്റ് അറിഞ്ഞു അതിന്റെ അഡ്വാൻറ്റേജും കൂട്ടി അവർ ചോദിക്കും. സ്ട്രാറ്റജിക് അലയൻസിന്റെ അഡ്വാൻറ്റേജ് അവർ കൂട്ടി ചോദിക്കും. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് നിങ്ങൾ പഠിക്കേണ്ടത് ടൈപ്സ് ഓഫ് മെർജർ എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ ടൈപ്സ്, അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ മെർജർ, വെർട്ടിക്കൽ മെർജർ, കോജനറിക് മെർജർ, അതുപോലെ തന്നെ കോൺഗ്ലോമറേറ്റ് മെർജർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അല്ലെങ്കിൽ സ്ട്രാറ്റജിക് അലയൻസും മെർജറും തമ്മിൽ ഡിഫറൻസ് അവർ ചോദിക്കാം. ഓക്കെ ആണോ? ഇനി ഞാൻ പറയുന്നു, നിർബന്ധമായിട്ടും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉണ്ടാവും. മെട്രിക്സ് ഒരിക്കലും സ്കിപ്പ് ചെയ്ത്. മെട്രിക്സ് കുറെ അറ്റംപ്റ്റുകളായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ചോദിച്ചിട്ടില്ല. ഏതൊക്കെ? ജനറൽ ഇലക്ട്രിക്കൽ മെട്രിക്സ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. BCG മെട്രിക്സ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ADL മെട്രിക്സ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുപോലെ അൺസ് ഓഫ് പ്രോഡക്റ്റ് ഗ്രോത്ത് ഷെയർ മെട്രിക്സും. മെട്രിക്സ് ഏകരം ഒരു ക്വസ്റ്റ്യൻ ഷുവർ, 2 ക്വസ്റ്റ്യൻ ഈ ചാപ്റ്റർ ഉണ്ടാവും, അതിൽ ഒരു ക്വസ്റ്റ്യൻ മെട്രിക്സ് ഉണ്ടാവും. ഞാൻ വീണ്ടും പറയുന്നു, മെട്രിക്സ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതൊക്കെ GE മെട്രിക്സ്, BCG മെട്രിക്സ്, ADL മെട്രിക്സ്, അൺസ് ഓഫ് മെട്രിക്സ്. ഇനി ഈ 4-5 മെട്രിക്സിൽ നിന്നും ഏറ്റവും ഇമ്പോർട്ടൻസ് ആയി January 25 നിങ്ങൾക്ക് എക്സാമിനെതിരെ ചോദിക്കാം. എൻ്റെ പ്രഡിക്ഷൻ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ BCG മെട്രിക്സ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ യുവർ എക്സാം. BCG മെട്രിക്സ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ യുവർ എക്സാം. ജനറൽ ഇലക്ട്രിക്കൽ മെട്രിക്സ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എക്സാം. GE മെട്രിക്സ് January 25 എക്സാമിന് സാധ്യതയുള്ള 2 മെട്രിക്സ് ആണ് BCG മെട്രിക്സും GE മെട്രിക്സും. GE മെട്രിക്സ് കുറേ കാലമേ അവർ ചോദിച്ചിട്ടില്ല. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ ആണോ? ഇനി പറയാൻ വേണ്ടി പോവാണ്. ഇനി റീട്രെഞ്ച്മെന്റ് സ്ട്രാറ്റജി ചോദിക്കാൻ ചാൻസ് കുറവാണ്, കാരണം കഴിഞ്ഞ പ്രാവശ്യം ടെസ്റ്റ് ചെയ്തു. ഇനി ഇൻ കേസ് അവർക്ക് ചോദിക്കണമെന്നുണ്ടെങ്കിൽ റീട്രെഞ്ച്മെന്റ് സ്ട്രാറ്റജിയുടെ ആ ഏരിയക്കകത്ത് അവർ എന്താ ചോദിക്കാറിയോ? ടേൺ അറൗണ്ട് അവർ ചോദിക്കൂല, അതിന് സ്റ്റെപ്സ് അവർ ചോദിക്കൂല, ആക്ഷൻ പ്ലാൻ അവർ ചോദിക്കൂല. ടേൺ അറൗണ്ട് സ്ട്രാറ്റജിയുടെ എലമെന്റുകൾ ഏതൊക്കെ മേ ബി ചോദിക്കാം. ടേൺ അറൗണ്ട് സ്ട്രാറ്റജിയുടെ എലമെന്റ് ഓഫ് ടേൺ അറൗണ്ട് സ്ട്രാറ്റജി മേ ബി ചോദിക്കാം. ഓക്കെ ആണോ? എലമെന്റ് ഓഫ് ടേൺ അറൗണ്ട് സ്ട്രാറ്റജി ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. എലമെന്റ് ഓഫ് ടേൺ അറൗണ്ട് സ്ട്രാറ്റജി, അല്ലെങ്കിലോ ടേൺ അറൗണ്ട് സ്ട്രാറ്റജിയുടെ ഇൻഡിക്കേറ്റേഴ്സ് മേ ബി എന്ത് ചെയ്യാൻ ചോദിക്കാൻ ചാൻസ് കുറവാണ്. ബട്ട് നിങ്ങൾ ഒന്ന് നോക്കിയിരുന്നാൽ മതി. എന്തൊക്കെ ഇൻഡിക്കേറ്റേഴ്സ് ആണുള്ളത് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയാനുള്ളത് ഡൈവേഴ്സ്മെന്റ് സ്ട്രാറ്റജി അല്ലെ. റീസൺ, എന്തൊക്കെ കാരണം കൊണ്ടാണ് ഒരു കമ്പനി ഡൈവേഴ്സ്മെന്റ് സ്ട്രാറ്റജി ഓപ്റ്റ് ചെയ്യുക? റീസൺ ഫോർ ഡൈവേഴ്സ്മെന്റ് സ്ട്രാറ്റജി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ ആണോ? ഓക്കെ, ഇത്രയും ഏരിയ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇതിന് പുറമെ ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. 4th ചാപ്റ്ററിൽ നമുക്ക് എല്ലാവർക്കും അറിയാം കോൺസെൻട്രിക് ഡൈവേഴ്സിഫിക്കേഷനും കോൺഗ്ലോമറേറ്റ് ഡൈവേഴ്സിഫിക്കേഷനും തമ്മിൽ ഡിഫറൻസ് നിങ്ങൾ പഠിച്ചില്ലേ? കോൺസെൻട്രിക് ഡൈവേഴ്സിഫിക്കേഷൻ ആൻഡ് കോൺഗ്ലോമറേറ്റ് ഡൈവേഴ്സിഫിക്കേഷൻ, ഇതും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം? ശരിക്കും നോട്ട് ചെയ്ത് വെക്കണം. കോൺസെൻട്രിക് ഡൈവേഴ്സിഫിക്കേഷനും കോൺഗ്ലോമറേറ്റ് ഡൈവേഴ്സിഫിക്കേഷൻ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. എക്സാമിന് മേ ബി എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്? ടെസ്റ്റ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. ആൻഡ് ദിസ് ഈസ് 4th ചാപ്റ്റർ. ഇതാണ് നിങ്ങളുടെ നമുക്ക് എന്ത് ചെയ്യാം? 4th ചാപ്റ്റർ ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഓക്കെ ആണോ? ഞാൻ വീണ്ടും പറയുന്നു, ഇമ്പോർട്ടൻസ് എന്ന് ലിസ്റ്റ് ചെയ്യുന്ന ഒരുപാട് ടോപ്പിക്സ് ഇതിനകത്തുണ്ട്. അത് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്? സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, അതേപോലെ ഞാൻ ഒന്നും കൂടി ഇമ്പോർട്ടൻസ് പറയാണ്. ഗ്രോത്ത് സ്ട്രാറ്റജിയുടെ റീസൺ ഫോർ ഗ്രോത്ത് സ്ട്രാറ്റജി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. റീസൺ ഫോർ ഗ്രോത്ത് സ്ട്രാറ്റജി അല്ലെങ്കിലോ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗ്രോത്ത് സ്ട്രാറ്റജി ഈസ് ആൾസോ ഇമ്പോർട്ടൻറ്റ്. ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഗ്രോത്ത് സ്ട്രാറ്റജിന്റെ റീസൺ ഫോർ ഗ്രോത്ത് സ്ട്രാറ്റജിയും ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗ്രോത്ത് സ്ട്രാറ്റജിയും മേ ബി എക്സാം വരെ എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്? ടെസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ ആണോ? ഓക്കെ, ഞാൻ ഏറെക്കുറെ ഇവിടുന്ന് ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഡൈവേഴ്സ്മെന്റ് നമ്മൾ പറഞ്ഞു. ഒരിക്കലും എന്ത് ചെയ്ത് സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, ഇനി നമുക്ക് ചാപ്റ്റർ നമ്പർ 1 നോക്കാം. ചാപ്റ്റർ നമ്പർ 1 ഇൻട്രൊഡക്ഷൻ ടു സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. ചാപ്റ്റർ നമ്പർ 1 ആണ് എന്ത്? ഇൻട്രൊഡക്ഷൻ ടു സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. കഴിഞ്ഞ പ്രാവശ്യം അവർ ഇവിടുന്ന് ചോദിച്ചത് എന്താ അറിയോ? ഒബ്ജക്റ്റീവ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്രാവശ്യം അവർ ചോദിക്കാനുള്ള ചാൻസ് കൂടുതൽ 99% പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ സ്ട്രാറ്റജീസ് പാർട്ട്ലി പ്രൊവാക്റ്റീവ് ആണ്, സ്ട്രാറ്റജീസ് പാർട്ട്ലി റിയാക്റ്റീവ്. ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. January 25 എക്സാം എഴുതാൻ വേണ്ടി പോകുന്ന പിള്ളേരാണോ? ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. സ്ട്രാറ്റജീസ് പാർട്ട്ലി റിയാക്റ്റീവ് ആണ്, പാർട്ട്ലി പ്രൊവാക്റ്റീവ്. ദിസ് ഏരിയ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഫസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. സ്ട്രാറ്റജീസ് പാർട്ട്ലി പ്രൊവാക്റ്റീവ് ആണ്, പാർട്ട്ലി റിയാക്റ്റീവ്. അതുപോലെ ലിമിറ്റേഷൻ ഓഫ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ ആണോ? ലിമിറ്റേഷൻ ഓഫ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ്, അത് മേ ബി ഒരു കേസ് സ്റ്റഡിയൊക്കെ ചോദിക്കാം. ഒരു കേസ് അവർ ഡ്രാഫ്റ്റ് ചെയ്യും. അങ്ങനെ വേണമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? ചോദിക്കാൻ പറ്റും. ഓക്കെ ആണോ? ലിമിറ്റേഷൻ ഓഫ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. ഓക്കെ,
ഇനി അവർ ചോദിക്കുകയാണെങ്കിൽ അവർ മിഷൻ കഴിഞ്ഞ അറ്റംപ്റ്റിൽ അവർ ചോദിച്ചിട്ടുണ്ട്. ഇനി അവർ ചോദിക്കുകയാണെങ്കിൽ വിഷനെ ചോദിക്കുള്ളൂ. വിഷൻ ഇനി അവർ ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യിക്കുള്ളൂ? വിഷൻ. എന്താണ് എസെൻഷ്യൽസ് ഓഫ് സ്ട്രാറ്റജിക് വിഷൻ? പേജ് നമ്പർ 1.16 ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. എസെൻഷ്യൽസ് ഓഫ് സ്ട്രാറ്റജിക് വിഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ചോദിക്കുകയാണെങ്കിൽ അതേ അവർ ചോദിക്കുള്ളൂ. ഓക്കെ ആണോ? ഓക്കെ. ഇനി നെക്സ്റ്റ് പറയാനുള്ളത്, ഈ ഏരിയ കഴിഞ്ഞ പ്രാവശ്യം അവർ ചോദിച്ചു, അതുകൊണ്ട് ഈ പ്രാവശ്യം ചോദിക്കാൻ ചാൻസ് ഇല്ല. ബട്ട് ഇനി പറയാൻ വേണ്ടി 1.21 എടാ ഒരു ഒബ്ജക്റ്റീവ് ഷോർട്ട് ടൈം ഉണ്ട്, ലോങ് ടൈം ഉണ്ട്. ലോങ് ടൈം ഒബ്ജക്റ്റീവ്സ് നമ്മൾ സെറ്റ് ചെയ്യുന്ന ഒരു 7 മേഖല ഇവിടെ പറയുന്നുണ്ട്. ലോങ് ടൈം ഒബ്ജക്റ്റീവ്സ് ഈ പറയുന്ന 7 മേഖലയിൽ സെറ്റ് ചെയ്യാം. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഏതൊക്കെയാണത്? പ്രോഫിറ്റബിലിറ്റി, പ്രൊഡക്ടിവിറ്റി, കോമ്പറ്റീവ് പൊസിഷൻ, എംപ്ലോയി ഡെവലപ്മെന്റ്, എംപ്ലോയി റിലേഷൻ, ടെക്നോളജി ആൻഡ് പബ്ലിക് റെസ്പോൺസിബിലിറ്റി. ഇത് ഒരുപാട് മുമ്പ് ചോദിച്ചാൽ പിന്നെ അവർ ചോദിച്ചില്ല. മേ ബി എന്ത് ചെയ്യാം? ടെസ്റ്റ് ചെയ്യാം. ഓക്കെ ആണോ? അതും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം? ശരിക്കും പഠിച്ചു വെക്കണേ. ഒരിക്കലും എന്ത് ചെയ്യരുത്? സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ. നെക്സ്റ്റ് പറയാനുള്ളത് കോർപ്പറേറ്റ് ലെവലിന്റെ റെസ്പോൺസിബിലിറ്റീസ് ഏതൊക്കെയാണ്? കോർപ്പറേറ്റ് ലെവൽ മാനേജേഴ്സ്, ടോപ്പ് ലെവൽ കോർപ്പറേറ്റ് ലെവലിന്റെ റെസ്പോൺസിബിലിറ്റീസ് ഏതൊക്കെയാണ്? ആ ഒരു ആൻസർ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 5 നോക്കിയാൽ മതി. റോൾ ഓഫ് സിഇഒ, സിഇഒന്റെ റോൾ എന്തൊക്കെയാണ്? ടോപ്പ് ലെവലിന്റെ റോൾ എന്തൊക്കെയാണ്? ക്വസ്റ്റ്യൻ നമ്പർ 5 നോക്കിയാൽ മതി. ക്വസ്റ്റ്യൻ നമ്പർ 5 ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 5 ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ ആണോ? ഇനി ഞാൻ പറയാൻ വേണ്ടി പോകുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾ ശരിക്കും പഠിക്കണേ. കാരണം ഇവർ ചെറിയൊരു ടോപ്പിക്, നിങ്ങൾ പല ആളുകളും സ്കിപ്പ് ചെയ്യുന്ന ടോപ്പിക് കൂടെ പറയുന്നുണ്ട്. നിങ്ങൾ പല ആളുകളും സ്കിപ്പ് ചെയ്യുന്ന ഏരിയയാണ് ടോപ്പ് ഡൗൺ അപ്രോച്ച് ആൻഡ് ബോട്ടം അപ്പ് അപ്രോച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. മേ ബി നിങ്ങൾക്ക് അവർ ടെസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ടോപ്പ് ഡൗൺ അപ്രോച്ച് ആൻഡ് ബോട്ടം അപ്പ് അപ്രോച്ച് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഞാൻ കാണിച്ചു തരാം. ടോപ്പിക്സ് ഞാൻ കാണിച്ചു തരാം. ഒരിക്കലും എന്ത് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ടോപ്പ് ഡൗണും അതുപോലെ ബോട്ടം അപ്പ് അപ്രോച്ചും ഉണ്ട്. ഓക്കെ. ചെറിയൊരു ഏരിയ ആണ് നിങ്ങൾ ടെക്സ്റ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്. ടോപ്പ് ഡൗണും ബോട്ടം അപ്പും. ജനുവരി 25 എക്സാമിന് അവർ ആ ഒരു ഏരിയ സ്കിപ്പ് ചെയ്യാൻ ടെസ്റ്റ് ചെയ്യാനുള്ള പ്രോബിലിറ്റി കൂടുതലാണ്. ഒറ്റ മിനിറ്റ് കണ്ടോ. വിച്ച് ഈസ് ബെറ്റർ, ടോപ്പ് ഡൗൺ അപ്രോച്ച് ഓർ ബോട്ടം അപ്പ് അപ്രോച്ച്? ഒന്ന് നോക്കി പോണേ. ആൻഡ് ലാസ്റ്റ് വൺ, നെറ്റ്വർക്കിംഗ് ഓഫ് റിലേഷൻ ബിറ്റ്വീൻ 3 ലെവൽ. ഇത് ചാൻസ് വളരെയധികം കുറവാണ്. ബട്ട് നിങ്ങൾ ഒന്നും കൂടി നോക്കി വെച്ച് പോയി കഴിഞ്ഞാൽ. ഓക്കെ. നെറ്റ്വർക്കിംഗ് ഓഫ് റിലേഷൻ ബിറ്റ്വീൻ 3 ലെവൽ ഏതൊക്കെയാണ്? ഫംഗ്ഷൻ ആൻഡ് ഡിവിഷൻ ലെവൽ, ഹൊറിസോണ്ടൽ ലെവൽ, മെട്രിക്സ് ലെവൽ. മേ ബി എന്ത് ചെയ്യാം? ചോദിക്കാം. ഓക്കെ ആണോ? ഓക്കെ. സോ ഞാൻ ചാപ്റ്റർ നമ്പർ 1 നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ ഞാൻ ഒന്ന് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകണം. ഏറ്റവും ഇമ്പോർട്ടൻസ് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി പോണത്, ഒന്ന് ഏറ്റവും ഇമ്പോർട്ടൻസ് പ്രോ ആക്റ്റീവ് ആൻഡ് റിയാക്റ്റീവ് സ്ട്രാറ്റജി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. 2 ലിമിറ്റേഷൻ ഓഫ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ ആണോ? പിന്നെ എസെൻഷ്യൽസ് ഓഫ് വിഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ ആണോ? പിന്നെ ലോങ് ടേം ഒബ്ജക്റ്റീവ്സിന്റെ 7 ഏരിയ പറഞ്ഞില്ലേ, ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതേപോലെ അവർ ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു ഏരിയ ആണത് ടോപ്പ് ലെവലിന്റെ റെസ്പോൺസിബിലിറ്റീസ്. അതുപോലെ ഹൊറിസോണ്ടൽ നെറ്റ്വർക്കിംഗ് റിലേഷൻ പറഞ്ഞില്ലേ, ആ ഏരിയ മേ ബി എന്ത് ചെയ്യാം? ചോദിക്കാം. ഇതാണ് ഫസ്റ്റ് ചാപ്റ്റർ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് 5th. പല കുട്ടികളും വെയിറ്റ് ചെയ്യുന്നത് 5th ചാപ്റ്റർ ആണ്. 5th ചാപ്റ്റർ സാറേ 5th ചാപ്റ്റർ ഏതാ എക്സാം ചോദിക്കുക? അവന് വലിയ ചാപ്റ്റർ അല്ലേ? 99% ഓർഗനൈസേഷൻ കൾച്ചർ എന്ന് പറഞ്ഞ ടോപ്പിക് അവർ ചോദിക്കാൻ നല്ല ചാൻസ് കാണുന്നുണ്ട്. ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഓർഗനൈസേഷണൽ കൾച്ചർ ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. കൾച്ചർ അവർ ചോദിക്കാനുള്ള നല്ല ചാൻസ് കാണുന്നുണ്ട് ജനുവരി 25 എക്സാമിന്. വെറുതെ പറയുന്നില്ല, വെറുതെ ഇന്ന് വരെ ഒന്നും പറഞ്ഞിട്ടില്ല. നെക്സ്റ്റ് അവർ ഒരു കേസ് സ്റ്റഡി ഡ്രാഫ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഒരു കേസ് സ്റ്റഡി അവർ ചോദിക്കുകയാണെങ്കിൽ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞ ടോപ്പിക് കണ്ടിൽ വരുന്നുണ്ട്. എന്താ വരുന്നറിയോ? ട്രാൻസാക്ഷൻ ലീഡർഷിപ്പ് സ്റ്റൈലും ഉണ്ട്, ട്രാൻസ്ഫോർമേഷനും ഉണ്ട്. അവിടുന്ന് ഒരു കേസ് സ്റ്റഡി അവർ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ട്രാൻസ്ഫോർമേഷനും ഉണ്ട്, ട്രാൻസാക്ഷനും ഉണ്ട്. അവിടുന്ന് ഒരു കേസ് സ്റ്റഡി അവർ ഡ്രാഫ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ. അതേപോലെ അവർ ചോദിക്കും എന്താ പറയുക? സ്ട്രാറ്റജിക് ചേഞ്ച് എന്ന് പറഞ്ഞ ടോപ്പിക്. ചേഞ്ച് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ ആണോ? ചേഞ്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതേപോലെ ഇമ്പോർട്ടൻസ് ആയ ഒരു ടോപ്പിക് ഉണ്ട് സ്ട്രാറ്റജിക് കൺട്രോൾ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കൺട്രോൾ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യും? സ്കിപ്പ് ചെയ്യും. എസ്പെഷ്യലി അതിനകത്ത് ഓപ്പറേഷണൽ കൺട്രോൾ ഉണ്ട്, മാനേജ്മെന്റ് കൺട്രോൾസ് ഉണ്ട്, സ്ട്രാറ്റജിക് കൺട്രോൾസ് ഉണ്ടല്ലോ. ടൈപ്സ് ഓഫ് സ്ട്രാറ്റജിക് കൺട്രോൾസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ടൈപ്സ് ഓഫ് സ്ട്രാറ്റജിക് കൺട്രോൾ ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ടൈപ്സ് ഓഫ് സ്ട്രാറ്റജിക് കൺട്രോൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ ആണോ? ഇതാണ് ഏറ്റവും മെയിൻ ടോപ്പിക് എന്താ ചോദിക്കാൻ ചാൻസ് കൂടുതൽ. ഇനി പറയുന്നു ഫോർവേഡ് ലിങ്കേജ് ആൻഡ് ബാക്ക്വേർഡ് ലിങ്കേജ് എന്ന ടോപ്പിക് ഉണ്ട്. ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഫോർവേഡ് ലിങ്കേജ് ആൻഡ് ബാക്ക്വേർഡ് ലിങ്കേജ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ ചാപ്റ്റർ 5th ചാപ്റ്റർ ഒന്ന് ഓപ്പൺ ചെയ്യാം. 5th ചാപ്റ്റർ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ. ഇതാണ് നിങ്ങളുടെ 5th ചാപ്റ്റർ. ഞാൻ ഫസ്റ്റ് ഇനി ഓരോ ഇമ്പോർട്ടൻസ് പറയാൻ വേണ്ടി പോണേ. ഫസ്റ്റ് നിങ്ങൾക്ക് അതിനകത്ത് സ്റ്റേജസ് ഇൻ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ടോപ്പിക് കാണാൻ പറ്റുമല്ലോ. സ്ട്രാറ്റജിക് മാനേജ്മെന്റിന്റെ സ്റ്റേജിൽ നിന്നും നാലാമത്തെ സ്റ്റേജിന്റെ പേര് എന്താ? ഇംപ്ലിമെന്റേഷൻ ഓഫ് സ്ട്രാറ്റജി. ഓക്കെ ആണോ? ഇംപ്ലിമെന്റേഷൻ ഓഫ് സ്ട്രാറ്റജി മേ ബി എന്ത് ചെയ്യാം? അവർ ചോദിക്കാം.
അല്ലേ? ഒരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രൊസീജിയർ എന്തൊക്കെയാണ്, എക്സിക്യൂഷൻ സ്റ്റെപ്സുകൾ എന്തൊക്കെയാണ്, മേ ബി എന്ത് ചെയ്യുക അവർക്ക് ചോദിക്കാം. ഓക്കെ ആണോ? പിന്നെ നിങ്ങൾ നോക്കേണ്ടത് ഇതിനകത്ത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്ട്രാറ്റജി പ്ലാനിങ് അല്ലെ, ഡിഫറൻസ് ബിറ്റ്വീൻ ഓപ്പറേഷണൽ പ്ലാനിങ് ഉണ്ട്, സ്ട്രാറ്റജി പ്ലാനിങ് ഉണ്ട്. അതിനകത്ത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്ട്രാറ്റജി പ്ലാനിങ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾ പഠിക്കേണ്ടത് ഇതാ ഡിഫറൻസ് ബിറ്റ്വീൻ സ്ട്രാറ്റജി ഫോർമുലേഷൻ ആൻഡ് സ്ട്രാറ്റജി ഇംപ്ലിമെന്റേഷൻ. മേ ബി ചോദിക്കാം, സിമ്പിൾ ആണ്, ചോദിച്ചാൽ ഫുൾ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഡിഫറൻസ് ബിറ്റ്വീൻ സ്ട്രാറ്റജി ഫോർമുലേഷൻ ആൻഡ് സ്ട്രാറ്റജി ഇംപ്ലിമെന്റേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതേപോലെ ലിങ്കേജ്, ഫോർവേഡ് ലിങ്കേജ് ആൻഡ് ബാക്ക്വേർഡ് ലിങ്കേജ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ ആണോ? ഫോർവേഡ് ലിങ്കേജ് ആൻഡ് ബാക്ക്വേർഡ് ലിങ്കേജ്. നമ്മൾ പറഞ്ഞു ചേഞ്ച് അണ്ടറിൽ കണ്ടോ, ഇവിടെ സംഭവം പറയുന്നുണ്ട്. HC കെൽമാൻ പ്രപ്പോസ് ചെയ്ത 3 മെത്തേഡ് കംപ്ലൈൻസ്, ഐഡന്റിഫിക്കേഷൻ, ഇന്റർണലൈസേഷൻ. HC കെൽമാൻ പ്രപ്പോസ് ചെയ്ത 3 മെത്തേഡ് അത് എക്സ്ക്ലൂസീവ്ലി അത് മാത്രം അവർക്ക് ചോദിക്കാം. അതിന് ബി MC കായിട്ട് ഇവർക്ക് എന്ത് ചെയ്യാം, ചോദിക്കാം. ഓക്കെ ആണോ? ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ എക്സാമിന് ചോദിക്കാൻ ചാൻസ് കുറവാണ്. ഓക്കെ ആണോ? ബട്ട് എങ്കിൽ കൂടി നമുക്ക് ഒരു ഏരിയ മാത്രം പഠിച്ചു വെക്കാം. ഏതൊരു പേജ് നമ്പർ 5.25 ദ 5 ബെസ്റ്റ് പ്രാക്ടീസ് ഫോർ സ്മോൾ ആൻഡ് മീഡിയം സൈസ് എന്റർപ്രൈസ് അല്ലെ, ഒരു ചെറിയ കമ്പനിയിൽ യൂസ് ചെയ്യുന്ന 5 ബെസ്റ്റ് പ്രാക്ടീസുകൾ ഏതൊക്കെയാണ്, അത് മാത്രം നിങ്ങളൊന്ന് വായിച്ചു വെച്ചേക്ക്. ഇമ്പോർട്ടൻസ് വളരെയധികം കുറവാണ്, ചോദിക്കാൻ യാതൊരു ചാൻസും കാണുന്നില്ല. ഓക്കെ ആണോ? ഓക്കെ, പിന്നെ ഇമ്പോർട്ടൻസ് മെക്കൻസി മോഡൽ ചോദിക്കാനുള്ള ചാൻസ് വളരെയധികം കുറവാണ്. ബട്ട് മെക്കൻസിന്റെ ലിമിറ്റേഷൻ ഓഫ് മെക്കൻസി മോഡൽ ഉണ്ടല്ലോ, ലിമിറ്റേഷൻ ഓഫ് മെക്കൻസി പേജ് നമ്പർ 5.28 അത് നോക്കി വെച്ചേക്കട്ടോ, മേ ബി ഇമ്പോർട്ടൻ്റ് ആണ്. ലിമിറ്റേഷൻ ഓഫ് മെക്കൻസി മോഡൽ. ഓക്കെ ആണോ? ഇനി ഞാൻ പറഞ്ഞു കൾച്ചർ, ഓർഗനൈസേഷൻ കൾച്ചർ ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. കൾച്ചർ ഒരിക്കലും എന്ത് ചെയ്യരുത്, സ്കിപ്പ് ചെയ്യരുത്. ഇപ്രാവശ്യം കൾച്ചർ ആയിരിക്കും ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ഫ്രെയിം ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ ആണോ? സ്ട്രക്ചർ ഇപ്രാവശ്യം ചോദിക്കാനുള്ള ചാൻസ് വളരെയധികം കുറവാണ്, കാരണം കഴിഞ്ഞ പ്രാവശ്യം സ്ട്രക്ചർ എന്നാണ് ക്വസ്റ്റ്യൻ വന്നുള്ളത്. എങ്കിൽ കൂടി നമുക്ക് പറയാം SBU സ്ട്രാറ്റജിക് ബിസിനസ് യൂണിറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. സ്ട്രാറ്റജിക് ബിസിനസ് യൂണിറ്റ് മേ ബി അവർക്ക് ചോദിക്കാം. അതുപോലെ മൾട്ടി ഡിവിഷണൽ സ്ട്രക്ചർ മേ ബി എന്ത് ചെയ്യാൻ നോട്ട് ചെയ്ത് വെക്കാം. അതേപോലെ തന്നെ ഹവർ ഗ്ലാസ് സ്ട്രക്ചർ എന്ത് ചെയ്യാം, മേ ബി നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ ആണോ? അതുപോലെ ഫംഗ്ഷണൽ സ്ട്രക്ചർ മേ ബി എന്ത് ചെയ്യുക, ഫംഗ്ഷൻസ് മേ ബി എന്ത് ചെയ്യുക, നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം. ബട്ട് ഇമ്പോർട്ടൻസ് വളരെയധികം എന്താണ് കുറവാണ്, യാതൊരു ചാൻസും കാണുന്നില്ല. ഇമ്പോർട്ടൻസ് ഓൾറെഡി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ ആണോ? ഇനി നമുക്ക് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ സ്ട്രക്ചർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് മെട്രിക് സ്ട്രക്ചറിന് അണ്ടറിൽ വരുന്ന ഡേവിസ് ആൻഡ് ലോറൻസ് പ്രപ്പോസ് ചെയ്ത 3 സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്? ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. സ്ട്രക്ചർ നിങ്ങൾ സ്കിപ്പ് ചെയ്തോ, പക്ഷേ മെട്രിക് സ്ട്രക്ചറിന്റെ അണ്ടറിൽ വരുന്ന ഡേവിസ് ആൻഡ് ലോറൻസ് പ്രപ്പോസ് ചെയ്ത 3 മാത്രം നിങ്ങൾ പഠിക്കും. അത് മാത്രം പഠിക്കും. മേ ബി അത് നിങ്ങൾ ചോദിക്കും, സ്ട്രക്ചർ കഴിഞ്ഞിട്ട് ചോദിച്ചല്ലേ കുട്ടികൾ ഫുൾ സ്കിപ്പ് ചെയ്യുമല്ലോ എന്ന് പറഞ്ഞ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ത് ചെയ്യും, ഇത് മാത്രം അവർ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇതൊരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ലീഡർഷിപ്പ്. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ നിന്നേക്കാളും ക്വസ്റ്റ്യൻ വരും. അതുപോലെ ലീഡർഷിപ്പിൽ ഈ ടോപ്പിക് നിങ്ങൾ പഠിക്കണേ. 5 ലീഡർഷിപ്പ് റോൾ ഇൻ പുഷിംഗ് ഫോർ എ ഗുഡ് സ്ട്രാറ്റജി എക്സിക്യൂഷൻ. ഒരു മാനേജർ ചെയ്യേണ്ട 5 ലീഡർഷിപ്പ് റോളുകൾ ഏതൊക്കെയാണ്? ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. മേ ബി ചോദിക്കാം. ഓക്കെ ആണോ? പിന്നെ കൺട്രോൾ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അവിടെ കൺട്രോളിൻ്റെ ഏരിയ കത്തുന്നത് സ്ട്രാറ്റജിക് കൺട്രോളിൻ്റെ അവിടെ പേജ് നമ്പർ 5.55 അല്ലെ 55 പറയുന്നുണ്ട്. പ്രോസസ് ഓഫ് കൺട്രോൾ ആകെ 4-5 ഉള്ളൂ. ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. പ്രോസസ് ഓഫ് കൺട്രോൾ ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റ്യനാണ്, വെരി ഇമ്പോർട്ടൻറ്റ്. പ്രോസസ് ഓഫ് കൺട്രോൾ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ചോദിക്കും അവർ, എക്സാമിന് ചോദിക്കും. January 25 അവർ ചോദിക്കും. സ്കിപ്പ് ചെയ്യരുത്, വെറുതെ പറഞ്ഞല്ല. ഓക്കെ ആണോ? അത് മതി. സ്ട്രാറ്റജി പെർഫോമൻസ് മെഷർ ഇപ്രാവശ്യം ചോദിക്കാനുള്ള ചാൻസ് വളരെയധികം കുറവാണ്, കാരണം കഴിഞ്ഞ പ്രാവശ്യം അവർ ടെസ്റ്റ് ചെയ്തു. ഇൻ കേസ് അവർ ചോദിക്കുകയാണെങ്കിൽ, സ്ട്രാറ്റജി പെർഫോമൻസ് മെഷർ അവർ ചോദിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഇതാണ് ചൂസിങ്. പേജ് നമ്പർ 5.62 ചൂസിങ് ദ റൈറ്റ് സ്ട്രാറ്റജി പെർഫോമൻസ് മെഷർ. ഏതൊക്കെയാണ്? റെലവൻസി, ഡാറ്റ അവൈലബിലിറ്റി, ഡാറ്റ ക്വാളിറ്റി, ഡാറ്റ ടൈം ലിമിറ്റ്സ്. ഈ പറഞ്ഞ ടോപ്പിക്ക് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ ആണോ? സോ ഇതാണ് ഞാൻ ഇമ്പോർട്ടൻസ് ആയത് എല്ലാം നിങ്ങൾക്ക് പറഞ്ഞു. SML ഇമ്പോർട്ടൻസ് ടോപ്പിക്സ് ഫുള്ള് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതേ പ്രകാരം പഠിക്കുക. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ January 25 എക്സാം. ഓക്കെ ആണോ? ഓഡിറ്റ് നമ്മൾ പറഞ്ഞതുപോലെ വന്നിട്ടുണ്ട്, ഇതും നമ്മൾ പറഞ്ഞതുപോലെ വരട്ടെ. ഓക്കെ ആണോ? താങ്ക് യു സോ മച്ച്.